നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, മിക്കവാറും നമ്മൾ ചില ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പോകും. പക്ഷേ നമ്മൾ സഹായിക്കാൻ പോയിട്ട് നമുക്ക് വയ്യാവേലിയായിരിക്കും കിട്ടുക. അതായത് നമ്മൾ ഒരു കാര്യമില്ലാണ്ട് അയാളെ സഹായിക്കാൻ പോയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഒരു നല്ല വാക്ക് ലഭിക്കുന്നതിന് പകരം അയാളുടെ മുഴുവൻ ചീത്തയും നമുക്ക് കിട്ടും. ഒന്നും പ്രതികരിക്കാനാവാതെ നമ്മൾ ചിലപ്പോൾ കരഞ്ഞ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മിക്കവാറും സംഭവിക്കുന്ന കേട്ടോ. ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ എന്തെങ്കിലും ചെയ്യാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമാണ് എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ ഒന്ന് സഹായിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് നൽകാം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോണത്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ദേഷ്യം മുഴുവൻ വേറെ എന്തിനോടോ ആയിരിക്കാം, അത് നമ്മളോടായിരിക്കും അവർ തീർക്കുക. ഇത് അവരുടെ കുഴപ്പമാണോ? പിന്നീട് അവര് ഒരു ന്യായം കണ്ടെത്തുക എന്താന്ന് വെച്ചാല് ഒരുപാട് സ്നേഹമുള്ളവരോടാണത്രേ അവര് ദേഷ്യപ്പെടുന്നതും വഴക്കിടുന്നതും ഒക്കെ. പക്ഷേ അതാണോ സത്യം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലം, ആക്ച്വൽ ആയിട്ടുള്ള പ്രോബ്ലം ഷെയർ ചെയ്യല്ലേ വേണ്ടത്. അതല്ലാതെ നമ്മളോട് ഒരു കാര്യമില്ലാണ്ട് സഹായിക്കാൻ വേണ്ടി ചെന്നവരോട് ദേഷ്യപ്പെടുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. അപ്പോ പ്രോബ്ലം അവരുടെയാണോ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം പലരും പല സ്വഭാവങ്ങളുള്ളവരാണ്. അവരെങ്ങനെ പെരുമാറണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ അനാവശ്യമായി അവരുടെ അടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ചുരുക്കം ചില പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഒന്ന് ആലോചിച്ചാൽ ശരിയാണ്. ഒരു കാര്യമില്ലാണ്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പോയത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് കേൾക്കേണ്ടി വന്നത് വഴക്കും ദേഷ്യവും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്തിനാണ്, എത്ര പ്രിയപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, അവരുടെ അതായത് അയാൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ഒരാളെ അപ്രോച്ച് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഒരാളുടെ അടുത്ത് പോവാനും അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനും ഒക്കെ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട് കേട്ടോ. ടൈം എന്ന് പറയുമ്പോൾ മുഹൂർത്തം നോക്കി വേണോ നമുക്ക് പോവാൻ എന്ന് ചിന്തിക്കേണ്ട. കാരണം ബന്ധങ്ങൾ ഏത് തന്നെ ആയാലും അവിടെ നിങ്ങൾ വേണമെന്ന് അവർക്ക് തോന്നാത്തിടത്തോളം നിങ്ങളുടെ ഒരു കടന്നുകയറ്റം അവർക്ക് അലോസരം മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ വേണമെന്ന് അവർ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഇതാണ് എന്റെ പ്രോബ്ലം, എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് അവർ ചോദിച്ചിരിക്കും. ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം അത് അവർക്ക് വലിയ ഇൻപുട്ട് തന്നെ ആയിരിക്കും. ഒരിക്കലും അവരുടെ ദേഷ്യമോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളുടെ തലയിൽ കൊണ്ടിടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ വീട്ടില് നമ്മൾ വിളിക്കാതെ ഒരാൾ വരികയാണ്. അയാൾ ഒരുപാട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യാണ്. നമുക്കത് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇല്ല. അപ്പോ അതേപോലെ തന്നെയാണ് ഒരാള് ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, അത് നിങ്ങളുടെ മകളായിക്കോട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ആരോ എക്സ് ഓർ വൈ, നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും അവരൊരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ അവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കുറെ സൊല്യൂഷൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനിടയിൽ നിങ്ങളുടെ ഒരു ഇൻപുട്ട് ചിലപ്പോൾ അവരുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ആ സ്ട്രെസ്സിൽ നിന്നുണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് ബാക്കി വരുന്നത് മുഴുവൻ. അപ്പോ ശ്രദ്ധിക്കുക, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മൾ ഒരാളുടെ ലൈഫിലോട്ട് കയറി ചെല്ലണമെന്ന് അയാൾ ആഗ്രഹിക്കാത്തിടത്തോളം നിങ്ങൾ ആ ലൈഫിലോട്ട് കടന്നു ചെല്ലാൻ നോക്കരുത്. കാരണം അത് അവരുടെ ജീവിതമല്ലേ. നിങ്ങളുടെ സേവനങ്ങൾ എന്തിനാ നിങ്ങൾ ഒരാൾക്ക് സൗജന്യമായി കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ. നമ്മുടെ സേവനം വേണമെങ്കിൽ അവർ നമ്മളെ തേടി വരട്ടെ, എന്നിട്ട് നമുക്ക് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ല വഴി ഒരാളുടെ ലൈഫിൽ പീസ്ഫുൾ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ വേറൊരാളുടെ ലൈഫ് പീസ്ഫുൾ ആക്കാനും.